എതിർഭാഗത്ത് നിന്ന് അസഭ്യങ്ങൾ വിളിച്ച് തെറികൾ വിളിച്ച് ആംഗ്യ ഭാഷകളിലൂടെ ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ കല്ലേറിൽ വിഴിഞ്ഞത്ത് നിന്ന് വന്ന സഹവികാരിയുടെ തലയിൽ കല്ല് വീണ് അദ്ദേഹം അപ്പം തന്നെ നിലംപതിച്ചു. പുളുങ്കുടി ഭാഗത്തുള്ള ഒരു മിൽമ ബൂത്തിലേക്ക് 2 യുവജനങ്ങളെ അകത്ത് കയറ്റി മർദ്ദിച്ച് ഒരു യുവാവിൻ്റെ തലയും അതോടൊപ്പം രക്തമൊക്കെ വാർന്നാണ് സമരപന്തലിലേക്ക് വന്നത്. ആദ്യമായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കുറച്ച് സ്ത്രീകളാണ്. ഏകദേശം അരമണിക്കൂറോളം സ്ത്രീകളും വികാരിച്ചനും മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ CCTV ഒക്കെ മറച്ചു വച്ചിട്ട് എതിർഭാഗത്ത് നിന്നും പോലീസ് സ്റ്റേഷനകത്ത് നിന്നും ഉൾപ്പെടെ വലിയ ആക്രമണം ഉണ്ടായി. സെൽട്ടൺ എന്ന് പറയുന്ന വളരെ നല്ല ഒരു മത്സ്യത്തൊഴിലാളി, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവരെ വളരെ മാരകമായി മർദ്ദിച്ചു. 3 മണിക്ക് സംസാരിച്ചു, 4 മണിക്ക് സംസാരിച്ചു, 5 മണിക്ക് സംസാരിച്ചു, നടപടി കൈക്കൊള്ളാമെന്ന് പറഞ്ഞു, 6 മണിക്ക് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു, 6:30 വരെ സംസാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാനും ജനങ്ങളെയൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കാനായിട്ട് നടത്തിയ നിഗൂഢമായ ശ്രമവും അത് കഴിഞ്ഞൊരു ഭയാനകമായ ഗ്രനേഡ് ആക്രമണമാണ്. ഈ ഗ്രനേഡ് ആക്രമണത്തിന് ഉത്തരവ് ഇട്ടത് ആരാണ്? അതിനോടനുബന്ധിച്ച് കുറേ യുവജനങ്ങൾ, ആരാണെന്നറിയത്തില്ല, അവരെ കണ്ടെത്തണം. കുറേ യുവജനങ്ങൾ ഇതിനകത്ത് നുഴഞ്ഞു കയറാനായിട്ട് ഓടി വരുന്നു. 500ഓളം വൃദ്ധരായ സ്ത്രീകൾക്കൊക്കെ ഉൾപ്പെടെയുള്ള വലിയ പേർക്ക്. ഞങ്ങൾ 5ഓളം വൈദികരെ അവിടെ ലാത്തി ചാർജിൽ മർദ്ദിച്ചു. അവരൊക്കെ ആശുപത്രിയിലാണ്. ഞാൻ പറയുന്നത് പൊതുസമൂഹം ഈ വസ്തുതകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ 26-ാം തീയതിയും 27-ാം തീയതിയും അരങ്ങേറിയ ഈ കൊടും ക്രൂരത അത് വളരെ ആസൂത്രിതമായി നടത്തിയ അതിൻ്റെ വസ്തുതകൾ, അതിനകത്ത് ഇടപെട്ടത് ആരാണ് ഇതിനെ നിയന്ത്രിച്ചത്? അച്ഛാ, നമ്മുടെ വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അതിരൂപതയെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താൻ വലിയ ഗൂഢശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത ശരിക്കും പറഞ്ഞത്? CPM BJPയോട് കൈകോർത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ 130 ദിവസമായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ തമസ്കരിക്കാനും അടിച്ചമർത്താനും നടത്തിയ ഒരു നിഗൂഢ ശ്രമത്തിൻ്റെ തിരക്കഥയാണ് 26-ാം തീയതിയും 27-ാം തീയതിയും അരങ്ങേറിയത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഒരു സർവകക്ഷി യോഗവും വിളിച്ചിരുന്നു. ഇതൊക്കെ തുടർച്ചയാണ്. ഇതിൻ്റെയൊക്കെ സത്യവും വസ്തുതകളും പുറത്തു വരണം. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. 26-ാം തീയതി രാവിലെ പുള്ളുംകുടി ഭാഗത്ത് നിന്ന് കുറച്ച് സ്ത്രീകളെയാണ് ഞങ്ങൾ സമരത്തിന് വരാൻ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്കെതിരെ സമരം ചെയ്ത ചില ആളുകൾ ഈ പുള്ളിൻകുടി ഭാഗത്ത് ഞങ്ങളുടെ സ്ത്രീകളുടെ വണ്ടികൾ തടഞ്ഞു. അവരിൽ ചിലർ ഈ സമരപന്തലിലെത്തിയത് മരണാനന്തര ചടങ്ങുകൾക്ക് പോകാനാണെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് വിട്ടത്. മറ്റ് സ്ത്രീകളെ അധിക്ഷേപിച്ചു, ആക്രമിച്ചു, ദേഹോപദ്രവം ചെയ്തു. അവരൊക്കെ വളരെ വേദനയോടുകൂടിയാണ് സമരപന്തലിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഈ സമരപന്തലിലേക്ക് വന്ന അതിനടുത്തുള്ള ഇടവക വികാരി ഫാദർ മെൽക്കൺ ഇന്ന് ആശുപത്രിയിലാണ്. ശനിയാഴ്ച രാവിലെ സമരപന്തലിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ എതിർപക്ഷത്ത് സമരം നടത്തിയിരുന്ന കുറേ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചു. വളരെ മോശമായി തെറി വിളിക്കുകയാണ് അദ്ദേഹത്തോട് ചെയ്തത്. അദ്ദേഹം അതൊക്കെ കേട്ട് ക്ഷമിച്ച് അവിടെ ഒരു അന്തരീക്ഷം മോശമാക്കേണ്ടെന്ന് വിചാരിച്ച് പിൻവാങ്ങുകയാണ് ചെയ്തത്. മറ്റൊരു വഴിയിലൂടെ ആ പ്രദേശത്തേക്ക് വന്നു. അതിനെ തുടർന്ന് പൂന്തുറ വികാരി ഫാദർ AR ജോൺ, ചെറിയതുറ വികാരി ഫാദർ സന്തോഷ്, അവരും ഈ പന്തലിലേക്ക് വന്നതാണ്, സമരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അവരെയും ഇതുപോലെ അവിടെ തടഞ്ഞു നിർത്തി, അവരെ അധിക്ഷേപിച്ചു, അവർ തെറി വിളിച്ചു, അവരെയും പിന്തിരിപ്പിക്കാനുള്ള നിഗൂഢമായ നീക്കമായിരുന്നു. പക്ഷേ അവർ വളരെ ശാന്തതയോടുകൂടി അവിടെ നിന്നു. അപ്പോഴാണ് അവിടെ വലിയ പറ്റം പോലീസിനെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് കണ്ണ് തുറന്നത് വന്ന് ഈ അച്ഛന്മാരെ കടത്തിവിട്ടത്. അത് കഴിഞ്ഞ് 1 മണി വരെ സമരം ചെയ്തു. ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്. എതിർഭാഗത്ത് നിന്ന് അസഭ്യങ്ങൾ വിളിച്ച് തെറികൾ വിളിച്ച് ആംഗ്യ ഭാഷകളിലൂടെ ഇവരെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് ഒരു 11 മണിയായപ്പോൾ കല്ലേറ് തുടങ്ങി. അപ്പോൾ കല്ലേറിൽ വിഴിഞ്ഞത്ത് നിന്ന് വന്ന സഹവികാരിയുടെ തലയിൽ കല്ല് വീണ് അദ്ദേഹം അപ്പം തന്നെ നിലംപതിച്ചു. അദ്ദേഹത്തിന് ഇത് സംഭവിച്ചെന്ന് പുറത്തറിഞ്ഞിരുന്നെങ്കിൽ ജനം മുഴുവനും അവിടെ എത്തിച്ചേരുമായിരുന്നു.
അദ്ദേഹവും പക്ഷേ വളരെ സമചിത്തതയോടുകൂടിയാണ് സമരപ്പന്തലിലേക്ക് വന്നത്. ഇങ്ങനെ ധാരാളം പേർക്ക് ഈ കല്ലേറിൽ പരിക്കുകളുണ്ട്. ഇവരൊക്കെ പറയുന്നു കല്ലേറിൽ പരിക്കേറ്റ ആളുകളൊന്നും പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്ന്, അല്ല ഇത് ആശുപത്രിയിലേക്ക് പോയില്ല എന്ന്. ഇവർക്കൊക്കെ ഭയമാണ്. ഭയം കൊണ്ടാണ് ആളുകളൊക്കെ മടങ്ങിപ്പോയത്. ഇതിൻ്റെ ഈ പ്രകോപനം ഇങ്ങനെ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യുവജനങ്ങൾ, അവിടെ തടിച്ചുകൂടിയ യുവജനങ്ങൾ, ആകെ ഒരു 10-50 ആളുകളാണ് ഇത്രയും പ്രകോപനപരമായ സാഹചര്യം രാവിലെ മുതൽ 1 മണി വരെ സൃഷ്ടിച്ചത്. അവിടെ പോലീസുകാരുണ്ടായിരുന്നു, അവർക്കൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ നിന്നിട്ട് നമ്മുടെ യുവജനങ്ങൾ എതിർപക്ഷത്തെ ഓടിക്കുകയത്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, 3-ാം പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ അവരുടെ ആ വികാരം കൊണ്ട് അവിടെ എതിർപക്ഷത്തുള്ള സമരപ്പന്തൽ വിളിച്ചിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും സമരപ്പന്തലിൽ വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അടുത്തുള്ള ഈ പുളുങ്കുടി ഭാഗത്തുള്ള ഒരു മിൽമ ബൂത്തിലേക്ക് 2 യുവജനങ്ങളെ അകത്ത് കയറ്റി മർദ്ദിച്ച് ഒരു യുവാവിൻ്റെ തലയും അതോടൊപ്പം രക്തമൊക്കെ വാർന്നാണ് സമരപ്പന്തലിലേക്ക് വന്നത്. വീണ്ടും അന്തരീക്ഷം അങ്ങനെ ഒരു വളരെ പ്രകോപനപരമാക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അവിടെയൊക്കെ ദൃശ്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ വീണ്ടും ഒരു പ്രകോപനപരമായ അന്തരീക്ഷം. ആ അന്തരീക്ഷം മനസ്സിലാക്കിയ മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് പോകേണ്ടവർ അവർ വിഴിഞ്ഞത്ത് വന്ന് നിർത്തിയിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ടായി. കാരണം ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞങ്ങളെ തുടർച്ചയായി ആക്രമിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശ്രമത്തിനെതിരെ ധീരമായി പ്രതികരിക്കാനാണ് മത്സ്യത്തൊഴിലാളികളൊന്നും. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ തടഞ്ഞു നിർത്തി, അവരെയൊക്കെ തിരിച്ചയച്ചു. അങ്ങനെ വളരെ ശാന്തമായി ആ ദിവസത്തെ പരിപാടികൾ നടക്കുമ്പോൾ കുറേ ആളുകളൊക്കെ എതിർഭാഗത്ത് നിന്ന് പോയി ആശുപത്രിയിൽ പോയി പ്രത്യേക അനുവാദം മേടിച്ച് കിടക്കുകയായിരുന്നു. ഞങ്ങളുടെ യുവജനങ്ങളൊക്കെ പോയി ഈ ആശുപത്രിയിലൊക്കെ പോയി അവരുടെ മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് തിരിച്ചു വരികയായത്. അടുത്ത ദിവസവും സമരം സമാധാനപരമായാണ് ഞങ്ങൾ നടത്തിയത്. 2:30 മണിയായപ്പോൾ വീണ്ടും ആ തിരക്കഥയുടെ നാടകത്തിൻ്റെ ചുരുള പുറത്തു വരികയാണ് കണ്ടത്. അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ സെൽട്ടൺ എന്ന് പറയുന്ന വളരെ വളരെ സമാധാനപ്രിയനായ വളരെ നല്ല ഒരു മത്സ്യത്തൊഴിലാളി, അദ്ദേഹത്തെയും ഈ പറഞ്ഞിരിക്കുന്ന വാർഡ് കൗൺസിലറിനെയും ഷാഡോ പോലീസിൻ്റെ പേരിൽ അവരെ തട്ടിയെടുക്കുക ചെയ്ത് എടുത്ത് മർദ്ദിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതിലിരിക്കുന്ന ഒരാൾ അവിടുത്തെ കോട്ടപ്പുറം കൗൺസിലറാണ്. അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. അവരെ വളരെ മാരകമായി മർദ്ദിച്ചു. എന്ത് നിയമത്തിൻ്റെ പേരിലാണ് ആ സ്ത്രീയെ ഉപദ്രവിച്ചു, ആരാണ് ഉപദ്രവിച്ചു, അതൊക്കെ കണ്ടുപിടിക്കണം. അവർ വളരെ വേദനയോടുകൂടി വിങ്ങുകയായിരുന്നു. എന്നിട്ട് സെൽട്ടനെ ഇവിടെ എയർ ക്യാമ്പിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 26-ാം തീയതി ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പ്രതി ചേർത്ത് 2 FIR ഇട്ടത്. 2 FIR ഇട്ടത്. എന്നിട്ട് ഇന്നലെ ബഹുമാന്യനായ മന്ത്രി അനിൽ പറയുന്നു അങ്ങനെ FIR ഒന്നും ഇട്ടില്ല എന്ന്. ഞാനതിൻ്റെ രേഖകൾ നമ്പർ കാണിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ പറയുകയാണ് അത് കേസിൻ്റെ ഭാഗമായിട്ട്. ആർച്ച് ബിഷപ്പ് അവിടെ സമരപ്പന്തലിൽ പോലും വന്നിട്ടില്ല. കേസെടുക്കുമ്പോൾ ഈ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്ന ആ ഒരു സമീപനമാണ്. ഞങ്ങളിതൊന്നും വലിയ പ്രചരണമൊന്നും കൊടുത്തില്ല. കാരണം പ്രചരണമൊക്കെ കൊടുത്തിരുന്നാൽ തിരുവനന്തപുരം മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം തിരുവനന്തപുരം ജില്ലയിൽ സ്തംഭിപ്പിക്കാൻ സാധിക്കുന്ന കരുത്തുള്ളവരാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ദേഹോപദ്രവം ചെയ്തു. ഞാൻ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു, ദയവായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ 26-ാം തീയതി അന്യായമായി എടുത്ത കേസിൻ്റെ പേരിൽ അവരുടെ പേരിൽ നിന്ന് സെക്ഷൻ 307 ഒക്കെ ഇട്ടാണ് ഞങ്ങളുടെ പേരിലൊക്കെ കേസെടുത്തിരിക്കുന്നത്. ഈ സെൽട്ടൺ അവിടെ സമരപ്പന്തലിൽ രാവിലെ ഉണ്ടായിരുന്നു. അവിടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കണ്ടിട്ട് അദ്ദേഹമൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വള്ളം കടലിൽ അറിഞ്ഞിട്ട് അദ്ദേഹം ഈ വാർഡ് കൗൺസിലറിനെയും കൂട്ടിക്കൊണ്ടുപോയി ഫിഷറീസ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം കടലിൽ പോയി അദ്ദേഹം തിരിച്ചു വന്ന് അടുത്ത ദിവസം വെളുപ്പിനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ 307 കേസ് ചാർജ് ചെയ്യാൻ പറയും? എന്നിട്ട് ഞാൻ പോലീസ് കമ്മീഷണറോട് പറഞ്ഞു, നിങ്ങൾ കേസ് ചാർജ് ചെയ്തോളൂ. അദ്ദേഹത്തെ ഈ പറഞ്ഞിരിക്കുന്ന ബെയിലിൽ ജാമ്യം കൊടുത്ത് വിട്ടയക്കാനാണ്. 3 മണിക്ക് സംസാരിച്ചു, 4 മണിക്ക് സംസാരിച്ചു, 5 മണിക്ക് സംസാരിച്ചു, നടപടി കൈക്കൊള്ളാമെന്ന് പറഞ്ഞു, 6 മണിക്ക് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞു, 6:30 വരെ സംസാരിച്ചു.
അപ്പോൾ പ്രക്ഷുബ്ധരായ ആളുകൾ മുഴുവൻ പള്ളിയുടെ അടുത്ത് തടിച്ചുകൂടി പള്ളി വികാരിയോടും ജനങ്ങളോടും അവർ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട 4 കൗൺസിൽ അംഗങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് എന്തുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, എന്താണ് കാരണമെന്ന് അന്വേഷിക്കാൻ വന്നു. അവരെയും ഈ പിടിച്ച് തട്ടിക്കൊണ്ടുപോയിച്ചാണ് അവരെ എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുവന്നത്. അവർ ചോദിച്ചു അവരുടെ പേരിലുള്ള കേസ് എന്താണെന്ന്. അവരുടെ പേരിൽ ആരുടെ പേരിലും കേസില്ല. അപ്പോൾ ഇവിടെ ഒരു വലിയ പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാനും ജനങ്ങളെയൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ട് ഒരു നാടകം സൃഷ്ടിക്കാനായിട്ട് നടത്തിയ നിഗൂഢമായ ശ്രമമാണ്. ഇതിനെല്ലാം പിന്നിൽ നാടകം അത് തന്നെയാണ്. പക്ഷേ നമുക്കൊന്നും അതൊന്നും പുറത്തൊന്നും പറയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ വീണ്ടും അദാനി കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷനിന്മേൽ കേസ് വരും. അപ്പോൾ ഞങ്ങളെയൊക്കെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ആർച്ച് ബിഷപ്പിനെ ഉൾപ്പെടെ പ്രതി ചേർത്ത് കോടതിയിൽ സർക്കാർ ഉൾപ്പെടെയാണ്, പോലീസല്ല, സർക്കാർ ഉൾപ്പെടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സബ്മിഷൻ നടത്തിയത്. ആ സബ്മിഷൻ കേട്ട ബഹുമാനിയായ ജഡ്ജിക്ക് ഇതിൻ്റെ ദുരൂഹതകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജഡ്ജി വളരെ സമചിത്തതയോടുകൂടി തന്നെയാണ് ആ കേസ് കേൾക്കുകയും മാറ്റിവെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ അന്ന് രാത്രി അവിടെ മുഴുവനും പ്രക്ഷുബ്ധമായി. ഞാൻ അത്തരം സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന കുറച്ച് സ്ത്രീകളാണ്. ഏകദേശം അരമണിക്കൂറോളം സ്ത്രീകളും വികാരിച്ചനും മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ CCTV ഒക്കെ മറച്ചു വച്ചിട്ട് എതിർഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷനകത്ത് നിന്നും ഉൾപ്പെടെ വലിയ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ അഴിച്ചുവിട്ടതാണ്. അപ്പോഴേക്കും ഞാൻ കമ്മീഷണറെ വിളിച്ചിട്ട് സാഹചര്യം കൈവിട്ടു പോയല്ലോ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു കോവളത്ത് വരുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നിരുന്ന അവിടെ വലിയ പട്ടാളമാണ്, പോലീസാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയി. ഈ അന്യായമായി അറസ്റ്റ് ചെയ്ത 4 പേരെ അവർക്ക് ജാമ്യം എടുക്കാനായിട്ട് 4 പേരെ പറഞ്ഞയച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് വന്ന് ഇവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെയൊക്കെ അങ്ങനെ തടഞ്ഞു വെച്ചെന്ന്. അവരുടെ ഇതൊക്കെ ഗേറ്റൊക്കെ അടച്ചു വെച്ച് നിൽക്കുകയാണ്. ഞാൻ അവരിൽ ആർക്കെങ്കിലും മുറിവുണ്ടെങ്കിൽ അവരെയൊക്കെ ഹോസ്പിറ്റലിൽ അയക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. വരുമ്പോഴേക്കും എനിക്കെതിരെ എൻ്റെ മുതുകിൽ ടിയർ ഗ്യാസ് പതിക്കുകയാണ്. അത് കഴിഞ്ഞൊരു ഭയാനകമായ ഗ്രനേഡ് ആക്രമണമാണ്. ഈ ഗ്രനേഡ് ആക്രമണത്തിന് ഉത്തരവ് ഇട്ടത് ആരാണ്? ഞാൻ കമ്മീഷണറുമായി സംസാരിച്ച് ആ സ്ഥലത്ത് വന്ന് ശാന്തമായ അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് വന്ന എൻ്റെ മേലുൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന ടിയർ ഗ്യാസ്, എൻ്റെ ഉടുപ്പിൽ ആ ടിയർ ഗ്യാസ് പതിച്ചതിൻ്റെ അടയാളങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസ് ഹോസ്പിറ്റലിൽ പോകും, അതും തെളിവാക്കണം. കാരണം സമാധാനം സൃഷ്ടിക്കാനായിട്ട് വന്ന എൻ്റെ മേൽ ടിയർ ഗ്യാസ് അടിക്കുകയും പിന്നെ അവിടെ ഒരു ഭയാനകമായ അന്തരീക്ഷമാണ്. ഗ്രനേഡ് വലിയ സ്ഫോടന ശേഷിയുള്ള, അവിടെ പോയാൽ അറിയാം, അവിടെ മുഴുവനും ഇങ്ങനെ ഈ സ്ഫോടന ശേഷിയുള്ള ഗ്രനേഡിൻ്റെ ഗ്ലാസ് കഷ്ണങ്ങളാണ് ആ പ്രദേശം മുഴുവൻ. ചിലപ്പോൾ ഇന്നലെ മാറ്റിക്കാണും ഇതൊക്കെ മാറ്റാനായിട്ട്. അങ്ങനെ ഒരു വലിയ 100-ലേറെ ഗ്രനേഡുകളാണ് എറിഞ്ഞത്. അതെനിക്ക് തോന്നുന്നു വേറെ ഏതോ സംഘം പോലീസ് സംഘമാണ് വന്ന് ആ ആക്രമണം നടത്തിയത്. ആ സന്ദർഭത്തിൽ തന്നെ മുക്കോല ഭാഗത്തു നിന്ന്, കിഴക്ക് ഭാഗത്തു നിന്ന് CRPFൻ്റെ 1-2 വണ്ടികൾ ഇങ്ങോട്ടേക്ക് ഇരച്ചു കയറുന്നുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് കുറേ യുവജനങ്ങൾ, ആരാണെന്നറിയത്തില്ല, അവരെ കണ്ടെത്തണം, കുറേ യുവജനങ്ങൾ ഇതിനകത്ത് നുഴഞ്ഞു കയറാനായിട്ട് ഓടി വരുന്നു. അപ്പോൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ യുവജനങ്ങളൊക്കെ അവരെ ഒതുക്കി അങ്ങോട്ട് തിരിച്ചോടിച്ചു. അതും ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ആ പ്രദേശത്ത് ഈ ഒരു ഭീകര അന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ചിട്ട് നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ 500ഓളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 500ഓളം വൃദ്ധരായ സ്ത്രീകൾക്കൊക്കെ ഉൾപ്പെടെയുള്ള വലിയ പരിക്ക്. ഇന്നലെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെൽട്ടൻ്റെ ഭാര്യയെ കണ്ടുകിടന്നപ്പോൾ അവർ കണ്ണീരൊഴുക്കാണ്. അവർക്കൊക്കെ കിട്ടിയ മർദ്ദനം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നില്ല. എന്നിട്ട് ഇവിടുന്ന് ഇത്രയും വലിയ ഭരണ സംവിധാനവും തിരുവനന്തപുരം ജില്ല തലസ്ഥാന നഗരത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കോ ആർക്കോ ആ പ്രദേശത്തേക്കൊന്നും വരാൻ പോലുള്ള മനസ്സ് പോലും ഉണ്ടായില്ല. ഇതാണ് നാളിന്ന് വരെ ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളുടെ നേരെ നടത്തുന്നത്. പക്ഷേ ഞങ്ങൾ ചർച്ചയ്ക്ക് റെഡിയായിരുന്നു. അവിടെ വന്ന ജില്ലാ ഭരണാധികാരികളുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം പാലിക്കും, പീസ് കീപ്പിംഗ് ഈസ് പ്രൈമറി, അതിനുവേണ്ടി മുഴുവൻ സഹകരണം നൽകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അന്യായമായി
അറസ്റ്റ് ചെയ്ത ആളുകളെ വിടണം, അവരുടെ പേരിൽ കേസില്ല. അപ്പോൾ അവർ പറഞ്ഞു 4 പേരെ വിടുന്നതിനുള്ള നടപടി കൈക്കൊള്ളാം. 5-ാമത്തെ ആളിലും കേസൊന്നുമില്ല. നമ്മളത് ഉൾക്കൊണ്ടിട്ട് പറഞ്ഞു ഞാൻ ഈ ജനങ്ങളുമായിട്ടും സംസാരിക്കാം. ആദ്യം അവിടുത്തെ വികാരി അച്ഛനുമായിട്ട് സംസാരിക്കാം. വികാരി അച്ഛനുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് അടിയൊക്കെ കിട്ടി. ശരിക്ക് പോലീസ് ലാത്തി ചാർജ് ചെയ്ത് അദ്ദേഹത്തെ മാരകമായി മർദ്ദിച്ചു. സർക്കാരിൻ്റെ നിഗൂഢമായ നീക്കമാണ്. പോലീസ് അങ്ങനെ ഇടപെട്ടെന്ന് മാത്രമല്ല, അവിടെ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ അദ്ദേഹം എന്നെ ധീരതയോടുകൂടി അവിടെ പറഞ്ഞയക്കത്തില്ലായിരുന്നു. മറ്റൊരു സംഘം പോലീസാണ് അവിടെ ഇരച്ചു കയറിയത്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. മറ്റൊരു സംഘം പോലീസ് വളരെ സ്ഫോടന ശേഷിയുള്ള ഗ്രനേഡുകളുമായി എറിയുകയും അതോടൊപ്പം ലാത്തി ചാർജ് നടത്തുകയും ഞങ്ങൾ അഞ്ചോളം വൈദികരെ അവിടെ ലാത്തി ചാർജിൽ മർദ്ദിച്ചു. അവരൊക്കെ ആശുപത്രിയിലാണ്. അങ്ങനെ മർദ്ദിച്ച് അവസരമാക്കി അവിടെ ഒരു പോലീസിൻ്റെ ഒരു തേർവാഴ്ചയാണ് നടന്നത്. എന്നിട്ട് എന്നെ അധികാരികൾ കമ്മീഷണർ ഉൾപ്പെടെ വിളിക്കുകയാണ് ഞാനെവിടെയാണെന്ന്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നല്ല യുവജനങ്ങൾ എന്നെ രക്ഷിച്ച് മറ്റൊരു വീട്ടിൽ കൊണ്ടിരുത്തുകയാണ് ചെയ്തത്. ഞാൻ പോയിരുന്നു. കാരണം എനിക്ക് മനസ്സിലായി ഇത് വലിയ ഭീകരമായ ഒരു തേർവാഴ്ചക്കുള്ള ഒരുക്കമാണ്. ഇതിനകത്ത് അണിയറയിൽ മറ്റ് പല ശക്തികളും ഇതിന് പിന്നിലുണ്ട്. ഞാനങ്ങനെ മാറിയിരിക്കുന്ന സന്ദർഭത്തിൽ ഞാനും ഫാദർ സാബാസും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പോലീസ് വിളിക്കുകയാണ്, നമുക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു എനിക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കത്തില്ല, ഇവിടെ വലിയ സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഫോടനമൊക്കെ നിർത്തിവെക്കുക, ഞാൻ രംഗത്ത് വരാം. എന്നിട്ട് ഞാൻ വന്നു. ഈ അവിടുത്തെ പഴയ വിഴിഞ്ഞം പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ചർച്ചകൾ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു നിരപരാധികളായ ആളുകളെയാണ് തട്ടിക്കൊണ്ടുപോയത്, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ വിട്ടെങ്കിൽ മാത്രമേ ഈ ആളുകൾ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രമല്ല, മറ്റ് തീരപ്രദേശങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളൊക്കെ കൂട്ടമായിട്ട് ആ പ്രദേശത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു ആരും വരരുതെന്ന്. പൂന്തുറയിൽ നിന്നും അതോടൊപ്പം പുല്ലുള്ള ഭാഗത്തു നിന്നുള്ളൊക്കെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് റെഡിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരും വരരുതെന്ന്. എന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തതിന് വിളിച്ചതിൽ ഈ ആനിമേഷൻ സെൻറ്ററിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ വികാരി അച്ഛൻ പോലീസിനാൽ ആക്രമിക്കപ്പെട്ട ആശുപത്രിയിലാണ്. എങ്കിലും ഞാൻ ഫോണിലൂടെ സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അംഗീകാരത്തോടു കൂടി മാത്രമേ ഞാൻ ജനകീയമായി മാത്രമേ പ്രവർത്തിക്കൂ. അപ്പോൾ അദ്ദേഹം അനുവാദം തന്നതിന് ശേഷം ഞാൻ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ജില്ലാ ഭരണാധികാരികളുടെ അടുക്കലേക്കാണ് വന്നത്. അവരോട് പറഞ്ഞു ഈ കാര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന നിരപരാധികളെ തട്ടിക്കൊണ്ടുപോയത് അവർ വിടാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കുകയാണെങ്കിൽ ഞാൻ ആളുകളെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാം. എന്നിട്ട് ഞാൻ നേരെ ആളുകൾ കൂട്ടമായിരിക്കുന്ന സ്ഥലത്താണ് എന്ന് ഞാൻ അവരുടെ നേതാക്കന്മാരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫാദർ പറയുന്നത് പോലെ ഞങ്ങൾ അനുസരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന കമ്മീഷണർ ഉൾപ്പെടെയുള്ള അധികാരികളുടെ അടുക്കിലേക്ക് വന്നു. നിങ്ങൾ അവരെ റിലീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്ന് പ്രതിനിധികൾ പോയിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധികളാണ്. അവരെ റിലീസ് ചെയ്യുക, ഞാൻ ഈ ആളുകളെ പറഞ്ഞയക്കാം, ഇവിടെ ഇനി മറ്റൊരു സംഭവം ഉണ്ടാകാതിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 5-ാമത്തെ റൗണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് ഈ ആളുകളെയൊക്കെ പിന്തിരിപ്പിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് ധാരാളം യുവജനങ്ങളെയൊക്കെ അപ്രത്യക്ഷമായിരിക്കുക. പോലീസ് കൈകാര്യം ചെയ്ത് പിടിച്ചുകൊണ്ട് പോയതാണോ എന്താണെന്നൊന്നും അറിയത്തില്ല. അതിനകത്തൊരു ഷൈജു എല്ലാം കണ്ടുപിടിച്ചു. ഷൈജു എന്ന് പറയുന്ന ഒരു യുവാവിനെ കാണുന്നില്ലാന്ന് അവരുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഭയങ്കര നിലവിളിയാണ്. അപ്പം ഞാനും ഫാദർ മൈക്കിൾ തോമസും കൂടെ ഞങ്ങൾ ധൈര്യം അവലംബിച്ച് പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് അവിടുത്തെ ഓടകളൊക്കെ വന്ന് പരിശോധിച്ചു, എല്ലാ ഭാഗവും പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അവരെ ശുശ്രൂഷിക്കുന്ന നേതാക്കന്മാരോട് വിളിച്ചു. അവിടെ ഈ പറഞ്ഞ പേരിലുള്ള ആളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ജനറൽ ആശുപത്രിയിലേക്ക് വന്നു. ജനറൽ ആശുപത്രിയിൽ വാർഡിലും ഈ പറഞ്ഞിരിക്കുന്ന കാഷ്വാലിറ്റിയിലൊക്കെ പോയി പരിശോധിച്ചു, അവിടെയും ഇല്ല. അത് കഴിഞ്ഞ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, ഫോർട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി, അവിടെയും കണ്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് അല്പം ആശങ്കയോട് വെളുപ്പിന് 5 മണിയാണ്. വെളുപ്പിന് 5 മണി വരെ ഈ രംഗത്ത് നിന്ന് അപ്പോഴാണ് കേൾക്കുന്നത് ആ യുവാവ് രക്ഷപ്പെട്ടെത്തിയിട്ടുണ്ട്. ഈ സർക്കാരും ഇവിടുത്തെ പൊതുജനവും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പുരുഷൻ പ്രസിഡൻറ്റ്, അദ്ദേഹം വാനോളം പ്രകീർത്തിക്കുന്നതാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അവരൊക്കെ പുറം തിരിഞ്ഞ് നിന്നപ്പോൾ ഡോക്ടർ വിക്രം സാരാഭായി, ഡോക്ടർ APJ അബ്ദുൽ കലാം
അവർ നേരെ നടന്നു വന്നത് ഈ അരമനയിലേക്കാണ്. അവരന്ന് ഈ അരമനയിലുണ്ടായിരുന്ന ബിഷപ്പ് പീറ്റർ ബെർണാഡ് പെരേരയോട് ഈ ആവശ്യം ഉന്നയിച്ചു. മറ്റൊരു ആലോചനകളും അദ്ദേഹം കാത്തിരുന്നില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ കൗൺസിൽ വിളിച്ചു കൂട്ടിട്ട് ഞാൻ എൻ്റെ ജനപ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്നില്ല. അദ്ദേഹം ആ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നാളെ രാവിലെ ഇത്ര മണിക്ക് എൻ്റെ പള്ളിയിലേക്ക് വരിക. എന്നിട്ട് ബിഷപ്പ് നേരിട്ട് ആ പള്ളിയിലേക്ക് വന്ന് ആളുകളോട് ഡോക്ടർ വിക്രം സാരാഭായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്നു, ഇദ്ദേഹം പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട്. ഈ ഇക്വറ്റോറിയൽ രേഖ കടന്നു പോകുന്ന ഈ സ്ഥലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അദ്ദേഹം എന്നിട്ട് കൂട്ടിച്ചേർത്തു, വിശ്വാസവും ശാസ്ത്രവും ഒരുമിച്ച് പോകണം. അതുകൊണ്ട് നമ്മൾ ഈ വലിയ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. അദ്ദേഹം പറഞ്ഞു തീർന്നപ്പോൾ ആ ദേവാലയത്തിലുണ്ടായിരുന്ന ആളുകൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ആ മെയിൻ പറയുകയാണ് ചെയ്തത്. അവരുടെ വീടിന് എന്ത് സംഭവിക്കും, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് സംഭവിക്കും, പിറന്ന വീടും ജനിച്ച നാടുമൊക്കെ വിട്ടുപോകേണ്ടി വരും എന്നുള്ള അത്തരം ഒരു ചിന്തയുണ്ടായില്ല. മറ്റാരാണ് ഇതുപോലുള്ള സ്വന്തം കിടപ്പാടങ്ങളും ഒരു ഗ്രാമം മുഴുവൻ ഇറങ്ങിപ്പോയതാണ്. 1000-ഓളം കുടുംബങ്ങളാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ വികസനത്തിന് വേണ്ടി മനസ്സ് തുറന്നു കൊടുത്ത ആളുകളോട് കാണിക്കുന്ന വളരെ നീചമായ സമീപനം. അതുപോലെ ടൈറ്റാനിയം ഫാക്ടറി മത്സ്യബന്ധന മേഖലയിലേക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾക്കറിയാമായിരുന്നു. ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ക്ലോറോയിഡ് മത്സ്യബന്ധനത്തിനും മത്സ്യാവാസ വ്യവസ്ഥയ്ക്കും കോട്ടമാണ്. മത്സ്യം നശിച്ചു പോകുന്നുള്ള അറിയാമായിരുന്നു. എങ്കിലും മനസ്സ് തുറന്നു. ഈ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളത്തിന് വേണ്ടി കുടികൾ ഒഴിഞ്ഞു കൊടുത്ത ആളുകളാണ് ഈ തിരുവനന്തപുരത്തുള്ളത്. സ്വീവേജ് ഫാമിന് വേണ്ടി ഈ പട്ടണത്തിലെ മുഴുവനും മാലിന്യങ്ങൾ കൊണ്ടടിക്കാനായിട്ട് സ്വീവേജ് ഫാമിന് വേണ്ടി സ്ഥലങ്ങൾ ഒഴിഞ്ഞു കൊടുത്തവരാണ്. ഇവിടെ വിളപ്പിൽ ശാലയിൽ നമുക്കറിയാം, ഒരു പട്ടണത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് അടിക്കുമെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിയൊക്കെ കണ്ടപ്പോൾ ചുണക്കുട്ടൻ. കാരണം ഇവിടുത്തെ ഭരണകൂടം സാധാരണ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളോട് ചെയ്യുന്ന കൊടും ക്രൂരത അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പുറം തിരിഞ്ഞ് തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ വികസനത്തിന് വേണ്ടി മനസ്സും ഹൃദയവും ശരീരവും ഒക്കെ തുറന്നു കൊടുത്ത ഈ ആളുകളെ ആക്രമിച്ച് അവശരാക്കി പിന്തിരിപ്പിക്കാനുള്ളൊരു നിഗൂഢമായ ശ്രമമാണ്. ഇതാദ്യത്തെ സംഭവമല്ല. ഇത് തന്നെയാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട തീവ്ര മത്സ്യത്തൊഴിലാളികളുടെ നേതാവായ ശ്രീമാൻ ദിനകരൻ, അദ്ദേഹത്തിൻ്റെ കൗൺസിൽ മുഴുവനും വന്ന് ഞങ്ങളുടെ സമരസ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ സമരത്തിനുണ്ട്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരു ഇഞ്ച് പിന്തിരിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിലാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ സന്ദേശങ്ങൾ അയക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത ഈ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളോട് തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 7 ആവശ്യങ്ങളിൽ 6 ആവശ്യവും അംഗീകരിച്ചതാണ് ഗീർവാണം മുഴക്കുന്നത്. ഞങ്ങൾക്ക് എഴുതി തന്ന രേഖയിൽ പറയുന്നു മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് 7ഉം 6ഉം ആകുന്നത്? മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചുണക്കുട്ടനായ മുഖ്യമന്ത്രി സ്റ്റാലിൻ, അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിലൊക്കെ വളരെ ഗൗരവത്തോടുകൂടിയാണ് ഇടപെടുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് മണ്ണെണ്ണ ലിറ്ററിന് 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹം 300 ലിറ്റർ മണ്ണെണ്ണയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം സമരം നടത്തിയിട്ട് അതൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ഞങ്ങൾ പറഞ്ഞത്, മത്സ്യത്തൊഴിലാളികൾ പ്രത്യേകിച്ച് പുല്ലുവിള മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത് കടലിലേക്കൊക്കെ പോകണമെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഈ മത്സ്യാവാസ വ്യവസ്ഥകൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഡ്രഡ്ജിങ്ങിലൂടെ. അപ്പോൾ അവർ ഉൾക്കടലിലേക്കൊക്കെ പോകണം. അവർക്ക് എന്താണ് ഒരു മനസ്സ് വയ്ക്കാത്തത്? മണ്ണെണ്ണ കുറച്ച് സബ്സിഡിയോടുകൂടി കൂട്ടിക്കൊടുക്കുന്നതിന്. ബാക്കി എല്ലാത്തിനുമൊക്കെ പൈസയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ബംഗ്ലാവ് നിർമ്മിക്കാൻ, മന്ത്രിമാർക്ക് കാറ് വാങ്ങിക്കാൻ, അതിനൊക്കെ പൈസയുണ്ട്. പാവപ്പെട്ട ഈ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന മത്സ്യത്തൊഴിലാളികളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഈ കഴിഞ്ഞ ഇന്ന് ഓഖിയുടെ അനുസ്മരണ ദിനമാണ്. 6ാം വർഷമാണ്. 350-ലേറെ മത്സ്യത്തൊഴിലാളികളെ
പിടഞ്ഞ് മരിച്ച ദുഃഖകരമായ അനുഭവം അനുസ്മരിക്കുന്നതാണ്. അത് വളരെ ദുഃഖകരമാണ്. കാരണം ഞങ്ങളൊക്കെ രണ്ടാം ദിവസം കടലിലിറങ്ങി മത്സ്യത്തൊഴിലാളികളെയൊക്കെ രക്ഷിക്കാൻ സന്നദ്ധമായിരുന്നു. പക്ഷേ ഭരണകൂടം കടലിലേക്ക് ഇറങ്ങരുതെന്ന് നൽകിയ ആജ്ഞയെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്കറിയാം, ഈ 29-ാം തീയതി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെന്ന അന്നത്തെ ഫിഷറീസ് മന്ത്രി ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു. ഞാൻ വൈകുന്നേരമായപ്പോൾ കൃത്യമായി അന്വേഷിച്ചപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരറിയിപ്പ് പോലും അവിടെ കിട്ടിയിട്ടില്ല. ഒരു വായുസേനയോ മറ്റ് സേനയോ രക്ഷാപ്രവർത്തനം ആരംഭിച്ചില്ല. ഞാൻ ഉടനെ തന്നെ 7:30 മണിക്ക് പൂന്തുറയിൽ നിന്ന് വെള്ളയമ്പലത്തിലേക്ക് മടങ്ങിയിട്ട് ഞാൻ പത്രമാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞു. ഈ തിരുവനന്തപുരത്തെ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, സാർ, 1 ഇഞ്ച് പടി പോലും രാവിലെ 6 മണിക്ക് മടങ്ങിയെത്തേണ്ട മത്സ്യത്തൊഴിലാളികൾ വൈകുന്നേരം 7 മണിയായിട്ടും മടങ്ങിയെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനിടയ്ക്ക് കണക്കെടുത്തു, 10,000-ലേറെ മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൻ്റെ അഗാധത്തിലാണ്, എവിടെയാണെന്ന് തിരിച്ചറിയുന്നില്ല. അടിയന്തരമായി നടപടി കൈക്കൊള്ളണം. എന്നിട്ട് ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ചു, മാഡം, ഇതുവരെയും ഒരു നടപടിയും തുടങ്ങിയിട്ടില്ല. നാളെ രാവിലെ പ്രഭാതം തെളിച്ചമുള്ളതായിരിക്കും. നിങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള നടപടി കൈക്കൊള്ളണമെന്ന്. പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പോൾ മാഡം കിടന്ന് ഉറങ്ങുകയാണ്. ഇതാണ് സ്ഥിതി. കാലാകാലങ്ങളിലുള്ള ഭരണകൂടങ്ങളൊക്കെ മത്സ്യത്തൊഴിലാളികളോട് കാണിച്ച ഈ അവജ്ഞയുടെ ഭാഗമാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ നിലനിൽപ്പിൻ്റെ വലിയ ഭീഷണിയിലാണ്. ഇന്നലെ സർവകക്ഷി യോഗം വിളിച്ചു. സർവകക്ഷി യോഗത്തിൽ ബാക്കി എല്ലാ ആളുകളും കൂട്ടത്തോടെയാണ് വന്നത്. ഞങ്ങൾ 4 പേര് വരട്ടെ എന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കയറുന്നപ്പോൾ ഏറ്റവും അവസാനമാണ് നമുക്ക് സംസാരിക്കാനായിട്ട് ബഹുമാന്യനായ സിവിൽ സപ്ലൈസ് മന്ത്രി അനിൽകുമാർ അവസരം തന്നത്. അതുപോട്ടെ, ചില ആളുകൾക്ക് ഇങ്ങനെ ഗീർവാണം മുഴക്കുകയായിരുന്നു, ഞങ്ങൾ അധിക്ഷേപിക്കുകയായിരുന്നു, ഞങ്ങളെന്തോ കൊലപാതക അതെ ചിത്രീകരിക്കുന്നു. പക്ഷേ അത് പരിശോധിക്കണം, പൊതുസമൂഹം പരിശോധിക്കണം. അവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ യൂണിയനുകളുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ യൂണിയനുകളെ പോലും ക്ഷണിച്ചില്ല. അവർക്ക് തൽപരരായ കുറേ ആളുകളെ വിളിച്ച് ഞങ്ങളെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവിടെ നല്ല ആളുകളുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് ന്യായമായ ആവശ്യമാണ്, ആ ആവശ്യം പരിഹരിക്കണം. ആ ആവശ്യം പരിഹരിക്കുകയാണെങ്കിൽ എന്നേ ഞങ്ങൾ ഈ സമരസ്ഥലത്ത് നിന്ന് പോകുമായിരുന്നു. അതുപോലെ ചില ആളുകളൊക്കെ ദുഷ്പ്രചരണം നൽകുന്നത് ഞങ്ങൾ പോർട്ടിനെതിരാണ്. ഞങ്ങളിതുവരെ പോർട്ടിനെതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഈ കഴിഞ്ഞ 7 വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലമായി അതിൻ്റെ ഫലമായി തന്നെയാണ് കടലിൽ കല്ലിട്ടാൽ അതിൻ്റെ വടക്ക് ഭാഗം പോകും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുതലപ്പുഴയിൽ ഒരു ഗ്രാമമില്ലാതായി. താഴമ്പള്ളി എന്ന് പറയുന്ന ഗ്രാമം അപ്രത്യക്ഷമായി. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ 3 സെൻറ്റ് വസ്തുവും തത്തുല്യമായ കോമ്പൻസേഷനും വീടുമൊക്കെ നൽകിയാണ് പുനരധിവസിപ്പിച്ചത്. ഞങ്ങൾ മാത്രം പറയുമ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് വാട്ടർ നിർമ്മാണത്തിൻ്റെ ഫലമല്ല. ശാസ്ത്രം ലോകവ്യാപകമായി തെളിയിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇനി ശാസ്ത്രം ലോകവ്യാപകമായി മാത്രമല്ല, നമ്മുടെ ഹരിത ട്രൈബ്യൂണൽ തമിഴ്നാട്ടിലെ ഒരു പോർട്ട് സംബന്ധിച്ച്, സുപ്രീം കോടതി കർണാടകയിലെ ഒരു പോർട്ട് സംബന്ധിച്ച് ഇതിനൊക്കെ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. കടലിൽ ഇനി കല്ലിടണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളതിൻ്റെയൊക്കെ ബലം പരിശോധിക്കും. അപ്പോൾ ഈ സത്യമൊക്കെ തമസ്കരിച്ച് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കുമെന്നുള്ള ലെവലിൽ ഇത് വെറും കാലാവസ്ഥ. ശംഖുമുഖം മുഴുവൻ തീർന്നു. വെട്ടുകാട് പോലുള്ള സ്ഥലത്ത് ഒരിക്കലും ചരിത്രത്തിലെ വീടുകൾ നഷ്ടപ്പെട്ട അവസ്ഥയില്ല. 43 വീടുകളാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടിച്ചൊതുക്കാനുള്ള വളരെ നിഗൂഢമായ തന്ത്രങ്ങളാണ്. ഈ തന്ത്രം ഇന്ന് പയറ്റിയതല്ല, CPM പല സന്ദർഭങ്ങളിലും പയറ്റിയിട്ടുണ്ട്. അതിനെതിരെ എനിക്ക് തോന്നുന്നു മനസ്സാക്ഷി ഉണരും. ഇന്നലെ വിളിച്ചവരൊക്കെ ചേർന്നവരൊക്കെ ചില പക്ഷം നിൽക്കുന്ന ആളുകളെയാണ് വിളിച്ചത്. ഞാൻ പറയുന്നത് പൊതുസമൂഹം ഈ വസ്തുതകൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. ഈ 26-ാം തീയതിയും 27-ാം തീയതിയും അരങ്ങേറിയ ഈ കൊടും ക്രൂരത അത് വളരെ ആസൂത്രിതമായി നടത്തിയ അതിൻ്റെ വസ്തുതകൾ, അതിനകത്ത് ഇടപെട്ടത് ആരാണ് ഇതിനെ നിയന്ത്രിച്ചത്, ആസൂത്രണം ചെയ്തതാണ്. ഇത് വളരെ ആസൂത്രണം ചെയ്തതാരാണ്? ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രനേഡുകൾ വിന്യസിക്കാനായിട്ട്
ഉത്തരവ് പ്രഖ്യാപിച്ചത്. ഇത്തരം വസ്തുതകൾ പുറത്തു വന്നെങ്കിൽ മാത്രമേ ഈ സമരമുഖത്ത് നിന്ന് ഞങ്ങൾ പിൻവാങ്ങത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനായിരിക്കും മുഖ്യപ്രതി. ഞാൻ ഏത് ജയിലിലും പോയി കിടക്കാൻ റെഡിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരം മാത്രമല്ല. ഈ കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കും ഇത് നാടിനൊരു വലിയ ആപത്തായി മാറിക്കഴിയുമെന്ന് പറയും. ഇവിടുത്തെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതുകൊണ്ട് കുറച്ചു കാലമൊക്കെ മഹാത്മാഗാന്ധി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴൊക്കെ അവിടെ അദ്ദേഹം വളരെ ശാന്തതയോടുകൂടി എൻ്റെ സ്വപ്നങ്ങൾ ഒരു ദിവസം സഫലമാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രപിതാവിനെ പോലൊന്നും ഉയർച്ചയൊന്നും ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ സമൂഹത്തിൽ കാലത്തിൻ്റെ ഗുളികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. അത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ചെയ്തിട്ടുണ്ട്. 1990 വിദേശ കപ്പലുകൾക്ക് ലൈസൻസ് നൽകിക്കൊണ്ടിങ്ങനെ പരവതാനി വിധിച്ചപ്പോൾ അതിനാദ്യം പ്രതികരിച്ചത് മത്സ്യത്തൊഴിലാളികളാണ്. അതേസമയം കർഷക മേഖലയിൽ അവരുടെ വിത്തിന്മേൽ പോലും അവകാശം നിഷേധിച്ചുകൊണ്ട് പേറ്റൻറ്റ് റൈറ്റൊക്കെ കൊണ്ടുവന്നു വരുന്നപ്പോൾ അവർ പിന്നീടാണ് ഉണങ്ങിയത്. ഇവിടുത്തെ കർഷക മേഖല പ്രശ്നത്തിലാണ്, ദളിത സഹോദരങ്ങൾ പ്രശ്നത്തിലാണ്, ആദിവാസി മേഖല പ്രശ്നത്തിലാണ്. അവർക്കൊക്കെ തൊഴിലെടുക്കാനും ജീവിക്കാനുമുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് കുറേ കോർപ്പറേറ്റ് വൻപന്മാർക്ക്, വിരലിലെണ്ണാവുന്ന കുറേ കോർപ്പറേറ്റ് വൻപന്മാർക്ക് പരവതാനി വിരിക്കുകയും ഈ ജനാധിപത്യത്തിൽ തൊഴിലാളികളോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം തൊഴിലാളികളിൽ നിന്നൊക്കെ മുഖം മറച്ച് ഒരു ആക്രമണം അഴിച്ചുവിടുന്ന ആ സ്ഥിതി ന്യായത്തിൻ്റെ പേരിൽ, ധർമ്മത്തിൻ്റെ പേരിൽ, സത്യത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ പ്രതിരോധിക്കും.